നമസ്കാരം. ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 6 ദിവസമായി. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഇതേ തുടർന്ന് വയനാട്ടിലുണ്ടായി. വലിയ സമരങ്ങളുണ്ടായി. ഒടുവിൽ ഈ നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കഴിഞ്ഞ 6 ദിവസമായി ഈ കടുവയെ പിടിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും. വലിയൊരു ടീം ഇതിനായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ദിവസമായി അതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടുവയെ പിടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടുണ്ട്. 2 കുങ്കിയാനകൾ അടക്കമുള്ള സജ്ജീകരണങ്ങളുമായി കടുവയെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളിൽ നിന്ന് മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്നവർ നേരിടുന്ന ഭീഷണി വളരെ വലുതാണ്. പല ഘട്ടങ്ങളിലും അത് വാർത്തകളിൽ നിറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കടുവയുടെ ആക്രമണം മാത്രമെടുത്താൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 8 മനുഷ്യജീവനുകളാണ് കടുവയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഈ വർഷം മാത്രം 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ കടുവയുടെ ആക്രമണത്തിൽ. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള ആളുകളാണ് കൂടല്ലൂരിലെത്തി ഈ കടുവയെ പിടിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. വിക്രം, ഭരത് എന്നീ കുങ്കികളെയും കൂടല്ലൂരിൽ എത്തിച്ചിട്ടുണ്ട്. കുങ്കികളെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. വനം വകുപ്പിൻ്റെ 80 പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ് മുടക്കൊല്ലി, ഗാന്ധിനഗർ, കൂടല്ലൂർ ഭാഗങ്ങളിൽ തിരച്ചിലിനിറങ്ങിയിരിക്കുന്നത്. 2 ഡോക്ടർമാരുണ്ട്, ഷൂട്ടേഴ്സുണ്ട്, പട്രോളിംഗ് ടീമുണ്ട്. അങ്ങനെ 80 പേരടങ്ങുന്ന സംഘം ഈ നരഭോജി കടുവയെ പിടിക്കാനിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 8 പേരുടെ ജീവൻ എടുത്തു കടുവ. ഈ വർഷം മാത്രം 2 പേർ. ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണത്തിൽ കൂടുതൽ, ഇത് കടുവയുടെ കാര്യം മാത്രമാണ് ഈ കണക്ക്. മറ്റ് പല വന്യജീവികളാൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ഇതിനപ്പുറത്താണ്. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നു, ഇങ്ങനെ മനുഷ്യരെ ആക്രമിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ കാട് വന്യമൃഗങ്ങളുടെയും നാട് മനുഷ്യൻ്റെയും എന്നൊക്കെ പറഞ്ഞൊരു അതിർത്തി നിർണ്ണയിച്ചത് മനുഷ്യനാണ്. ഇത് കാടാണെന്നും മറ്റേത് നാടാണെന്നോ ഒന്നും കടുവയ്ക്കോ ആനയ്ക്കോ പുലിക്കോ സിംഹത്തിനോ ഒന്നും ഇതൊന്നും അറിയില്ല. അതേസമയം ഈ മനുഷ്യൻ്റെ ഒരു പുരോഗമനത്തിലേക്കുള്ളൊരു യാത്രക്കിടയിൽ പലപ്പോഴും കാട് വെട്ടിത്തെളിച്ചിട്ടാണല്ലോ നമ്മുടെ നാടുണ്ടാക്കിയത്. നഗരങ്ങൾ പണിഞ്ഞതും ഒക്കെ കാട് വെട്ടിത്തെളിച്ചിട്ടാണ്. തുടക്കകാലത്ത് ഈ ബ്രിട്ടീഷുകാർ അവർ ഇതുപോലെ നഗരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ നേരിട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത് ഈ പറഞ്ഞ വന്യമൃഗങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കടുവ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ കടുവകളെ വെടിവെച്ച് കൊന്ന് കടുവയും പുലിയും ഒക്കെ വെടിവെച്ച് കൊന്ന് കാട്ടിൽ നിന്ന് നീക്കം ചെയ്ത് കാട്ടിൽ നിന്ന് മനുഷ്യൻ കയ്യേറാൻ ആഗ്രഹിച്ച സ്ഥലത്തിൻ്റെ പരിധികൾക്കപ്പുറത്തേക്ക് ഓടിച്ചുകൊണ്ടാണ് അവിടെയൊക്കെ ഈ നാടും നഗരവും ഒക്കെ പണിതെടുത്തത്. അതായത് ഇപ്പോൾ നമ്മളിത് ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു 50 കൊല്ലത്തിനപ്പുറത്ത് കടുവയെ മനുഷ്യൻ ഈ കണ്ടിട്ടില്ല നേരിട്ട്. കാട്ടിൽ അല്ലെങ്കിൽ കാടിൻ്റെ പരിസരത്തിലാണ്. അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ, അതേസമയം ഈ പറഞ്ഞ പോലെ സൂവിലൊക്കെ പോയാൽ കടുവയെ കാണാം. കാര്യം അത് പിടികൂടി അങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നതാണ് മനുഷ്യനെ കാണാനുള്ള ഒരു ജീവി എന്നുള്ള നിലയ്ക്കും. കണ്ടിട്ട് കാട്ടിൽ പോയി കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും വന്ന് കാണാൻ കടുവയെ സൂവിലിട്ടിട്ടുണ്ട്. അങ്ങനെ കാണാം. ഇപ്പോൾ ഈ രാജവെമ്പാലയുടെ കാര്യം പറയുമ്പോൾ രാജവെമ്പാലയെ സ്ഥിരമായി നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട്. രാജവെമ്പാല ഉൾവനങ്ങളിലെ മഴക്കാടുകളിൽ ജീവിക്കുന്ന ജീവിയാണ്. പലപ്പോഴും ഈ പരിസ്ഥിതി പ്രശ്നം കൊണ്ടോ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ ചൂട് താങ്ങാനാവാതെയോ ആവശ്യത്തിന് വെള്ളം കിട്ടാതെയോ ഒക്കെ ആയിരിക്കാം രാജവെമ്പാലയെ ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ രാജവെമ്പാലയെ പിടിക്കുന്നത് പോലെ ഒരു വാർത്തയല്ലാണ്ടായി. ഈ വാവ സുരേഷൊക്കെ പാമ്പിനെ പിടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ആദ്യമൊക്കെ മൂർഖനും അണലിയും ഒക്കെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഒരു രാജവെമ്പാലയെ പിടിച്ചു തുടങ്ങിയപ്പോൾ ആ രാജവെമ്പാലയെ പിടിച്ചു. അതിൻ്റെ ഒരു നീളവും വലിപ്പവും അതിൻ്റെ ഒരു ഭീകരതയും ഒക്കെ വല്ലാതെ ആൾക്കാരുടെ ഇടയ്ക്ക് ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. പിന്നെ അതൊരു ക്രിക്കറ്റിൽ സെഞ്ചുറി അടിക്കുന്നു എന്നൊക്കെ പറയും പോലെ 50ാമത്തെ രാജവെമ്പാലയെ വാവ സുരേഷ് പിടിച്ചു, 100ാമത്തെ രാജവെമ്പാലയെ പിടിച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. എന്നതുപോലെ കടുവ, പുലി ഇതൊക്കെ സ്ഥിരമായി വനം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഒരു വാർത്തയല്ലാതായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വയനാടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വയനാട് വന്യജീവി സങ്കേതം കിടക്കുന്നത് അതൊരൊറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയല്ല. നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒന്ന് കർണാടകത്തിലെ ഈ നാഗർഹോള, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതങ്ങൾ, തമിഴ്നാട്ടിലെ മുതുമല എന്ന വന്യജീവി സങ്കേതം,
അതിനോടൊപ്പം തന്നെ അതേ ടെറിട്ടറിയിൽ ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇതെല്ലാം അടുത്തടുത്ത് ചേർന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏതാണ്ട് 12,500 ചതുരശ്ര കിലോമീറ്ററാണ് ഈ പറഞ്ഞ ഏരിയകളെല്ലാം കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ വയനാട്ടിലെ കാടെന്ന് പറയുമ്പോൾ അതിനകത്ത് നോർത്ത് സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനുകളും വന്യജീവി സങ്കേതവും കൂടെ ചേർന്നതാണ്. ഈ വയനാട് വന്യജീവി സങ്കേതം മാത്രം 344.44 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിൽ ഈ ബത്തേരി താലൂക്കിൽ വരുന്ന മുത്തങ്ങ, കുറിച്യാട്, ബത്തേരി റേഞ്ചുകളും മാനന്തവാടി താലൂക്കിലെ തോൽപ്പെട്ടി റേഞ്ചും, വനം റേഞ്ചിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതിൻ്റെ ഇതെങ്ങനെ കിടക്കുന്നു എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വയനാട് വന്യജീവി സങ്കേതം ഈ ബന്ദിപ്പുര, മുതുമല, കടുവ സങ്കേതങ്ങളുടെയും സംഗമസ്ഥാനമാണ് ട്രൈ ജംഗ്ഷൻ. ഈ ബന്ദിപ്പൂര്, മുതുമല, ഈ വയനാട് വന്യജീവി സങ്കേതം ഇത് മുത്തങ്ങ വൈൽഡ് ലൈഫ് റേഞ്ചിൻ്റെ ആസ്ഥാനത്തിനടുത്താണ് ഈ ട്രൈ ജംഗ്ഷൻ കിടക്കുന്നത്. അതുപോലെ തോൽപ്പെട്ടി വനം കിടക്കുന്നത് നാഗർഹോള കടുവ സങ്കേതത്തോട് ചേർന്നാണ്. എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നാഗർഹോളയിലെ കടുവ, മറ്റേ മുതുമലയിലെ കടുവ, ബന്ദിപ്പൂരിലെ കടുവ എന്നൊന്നുമില്ല. കടുവകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കടുവകളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട് നടക്കുന്ന ജീവിയാണ്. ഒരു 2 വയസ്സ് വരെ ഇതിൻ്റെ ഒന്ന് മുതിർന്ന് വരിക, ഒന്ന് യൗവനത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ ഒരു 2 വയസ്സ് വരെ ഇത് ഏകദേശം അതിൻ്റെ ഒരു പരിധിയിൽ കഴിഞ്ഞിട്ട് അമ്മയോടോ അച്ഛനോടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം 2 തൊട്ട് 3 വയസ്സ് വരെയുള്ള പ്രായം തൊട്ട് പിന്നെ ഇത് ഒറ്റയ്ക്കാണ് ഇതിൻ്റെ യാത്ര. നല്ല ആരോഗ്യമുള്ള സമയമായിരിക്കും. അപ്പോഴത്തേക്ക് ഇത് ഇരുതേടി പിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കടുവകൾ ആ സമയമാകുമ്പോഴേക്കും ഇതിനെ അകറ്റുകയും ചെയ്യും. ജീവികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ. പിന്നീട് ഈ കടുവ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെറിട്ടറി ഉണ്ടാക്കും. ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഒരു 75 ചതുരശ്ര കിലോമീറ്റർ തൊട്ട് 100 ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള സ്ഥലം ഇതിൻ്റെ ഒരു ടെറിട്ടറി ആക്കും. ആ ടെറിട്ടറി ഇത് മൂത്രം ഒഴിച്ചിട്ടോ, ഇതിൻ്റെ മൂത്രത്തിന് ഭയങ്കര ദുർഗന്ധമാണ്. അപ്പോൾ ഈ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് ഒന്നുകിൽ മൂത്രം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ മരത്തിൽ നഖം കൊണ്ട്, അല്ലെങ്കിൽ പല്ലുകൊണ്ട് മാന്തി പൊളിച്ച് അടയാളം ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 100 ചതുരശ്ര കിലോമീറ്റർ വരുന്ന സ്ഥലമാണ്. ഇതിനകത്താണ് ഇതിൻ്റെ സ്ഥലം. പിന്നെ തന്നെയല്ല, ഒരു ദിവസം ഇതൊരു 10 കിലോമീറ്റർ തൊട്ടൊരു 16 കിലോമീറ്റർ വരെ ശരാശരി സഞ്ചരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതിന് ശത്രുക്കളില്ല എന്നുള്ളതാണ്. സിംഹം പോലും കടുവയ്ക്ക് ഒരു ശത്രുവല്ല. ആരെയും ഭയക്കേണ്ട കാര്യമില്ല, അതെവിടെയും പോകും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ദൂരം കണക്കാക്കണ്ട. ഈ നാഗർഹോളയിൽ നിന്നുള്ള കടുവ വയനാട്ടിൽ വരും, വയനാട്ടിൽ നിന്നുള്ള കടുവ അങ്ങോട്ട് പോകും, മുതുമലയിൽ നിന്നുള്ള കടുവ ഇങ്ങോട്ട് വരും, ബന്ദിപ്പൂരിൽ നിന്നുള്ള കടുവ ഇങ്ങോട്ട് വരും, ഈ കടുവകളെല്ലാം അങ്ങോട്ടും പോകും. ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം ഇടകലർന്ന് കിടക്കുകയാണ്. ഇവരൊക്കെ ചേട്ടാനിയന്മാരെ പോലെയാണ്. ഇവരുടെ ഒരു ടെറിട്ടറിക്കകത്ത് എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇവർ ഈ പറഞ്ഞ പോലെ ഈ ടെറിട്ടറിക്കകത്ത് ഈ പറഞ്ഞ 100 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ ടെറിട്ടറിക്കകത്ത് മറ്റൊരു കടുവ കയറുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടാവും. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യമുള്ളവനും യൗവനമുള്ളവനുമായിരിക്കും വിജയിക്കുക. മറ്റവൻ ആ ടെറിട്ടറി തോൽക്കുന്നവൻ ആ ടെറിട്ടറി വിട്ട് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ തോറ്റു മടങ്ങുന്ന ഒരാൾ ആ ടെറിട്ടറി വിട്ട് പോകുമ്പം അയാൾ വളരെ ക്ഷീണിതനായിരിക്കും, അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വേട്ടയാടി ഇരയെ പിടിക്കാനുള്ള അതിൻ്റെ ശേഷി കുറയും. സ്വാഭാവികമായിട്ടും ദുർബല മൃഗങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് അത് പോകും. ദുർബല മൃഗങ്ങളുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ജനവാസ മേഖല എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ മനുഷ്യനെ കിട്ടിയാലും ആട്, പട്ടി ഇതുപോലെയുള്ള ജീവികളെയൊക്കെ കിട്ടിയാലും ഇത് പിടിച്ചു തിന്നും ആ സമയത്ത്. അതിന് മുമ്പ് ആരോഗ്യമുള്ള സമയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആനക്കുട്ടികൾ, വലിയ കാട്ടുപോത്ത്, ഇതിനെയൊക്കെ വേട്ടയാടി കടുവ തിന്നും. ഒന്നിനെയും ഭയമില്ല. മുതലയൊക്കെ പിടിച്ചു തിന്നും. ഒന്നിനെയും കടുവയ്ക്ക് ഭയമില്ല. അതിനെയൊക്കെ നേരിടാനുള്ള ആരോഗ്യമുണ്ട്. ആരോഗ്യം കുറയുകയും പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടെ വേട്ടയാടി പിടിക്കാൻ ബുദ്ധിമുട്ട് കുറഞ്ഞ ജീവികളെ തപ്പി ഈ പറഞ്ഞ ജനവാസ മേഖലയിലേക്കൊക്കെ വരുന്നത്. ഒരു സാധാരണ കടുവയ്ക്ക്, നമ്മുടെ സൂവിൽ കഴിയുന്ന കടുവയ്ക്ക് ഒരു 10-20 വയസ്സ് വരെ, 18 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ ഇത് ജീവിക്കും എന്നാണ് പറയുക. പക്ഷേ കാട്ടിൽ കഴിയുന്ന കടുവകൾക്ക് ഒരു 12 വയസ്സ് ഒക്കെ അതിന് ആയുസ് ഉണ്ടാകും. ഇതിൻ്റെ കാരണം ഈ പറഞ്ഞൊരു ടെറിട്ടറി യുദ്ധങ്ങളൊക്കെയാണ്. ഈ തമ്മിൽ പോരടിച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ മൃഗങ്ങളിൽ നിന്ന് പകരുന്ന കനൈൻ ഡിസംബർ, പട്ടിക്ക് വിറയൽ പോലൊരു രോഗം വരുമല്ലോ, ശ്വസിക്കാൻ പറ്റാതെ. അത് വന്നു കഴിഞ്ഞാൽ അധികം വേണ്ട ചത്തു. ഒരു വൈറസ് രോഗമാണ്. എന്നതുപോലെ ഈ പട്ടിയെയൊക്കെ തിന്നുക, അല്ലെങ്കിൽ ഈ കനൈൻ ഡിസംബർ പോലെയുള്ള രോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ ബാധിച്ച ജീവികളെ തിന്നുകയൊക്കെ ചെയ്യുമ്പം വയറിനും ഒക്കെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ഇത് വേഗത്തിൽ ചത്തുപോകും. പിന്നെ പരിക്ക് കേൾക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യം കുറഞ്ഞതുകൊണ്ട് വേട്ടയാടി പിടിക്കാൻ ശേഷി കുറയുന്നു എന്നുള്ളതുകൊണ്ട് പട്ടിണി കിട്ടുന്ന ഒക്കെയാണ് ഈ കടുവകൾ ചത്തുപോവുക. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പരിക്കേറ്റൊക്കെ ഈ ടെറിട്ടറി വിട്ട് ഈ കാട് എന്ന് നമ്മൾ ഈ പറയുന്ന പ്രദേശം വിട്ട് ജനവാസ മേഖലയിലേക്ക് വരുന്ന ജീവികളാണ് ഈ പറഞ്ഞ കടുവകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്രമിക്കുന്ന കടുവകൾ. ഇതിപ്പോൾ കടുവ മാത്രമല്ല,
പുലിയാണെങ്കിലും ഇപ്പോൾ സിംഹം അങ്ങനെ വന്ന് നമ്മൾ കണ്ടിട്ടില്ല. കാര്യം സിംഹം ഗുജറാത്തിലെ ഗീർ വനങ്ങളിൽ മാത്രമാണ് ഏഷ്യാറ്റിക് ലയണിനെ സംരക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ സിംഹത്തിൻ്റെ അളവ് വളരെ കുറവാണ്. 674 സിംഹം കണ്ട ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ കണക്കിൽ ഏഷ്യാറ്റിക് ലയൺ ഗീറിൽ പോലും ഇല്ല ഉള്ളൂ. അതിലേതാണ്ട് ഒരു 280 പെൺസിംഹങ്ങളുണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബാക്കി ഈ കടുവയുടെ കാര്യം പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ കടുവയുടെ എണ്ണം വല്ലാതെ കുറഞ്ഞപ്പോൾ ടൈഗർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ വേട്ടയാടൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും കടുവയെ വേട്ടയാടുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും കടുവയുടെ ഏരിയയിലേക്ക് മനുഷ്യൻ കടന്നു കയറി ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള പോക്ക് വേണ്ട, അതിനകത്ത് കയറി ഒന്നും ചെയ്യേണ്ട, അത് അവിടെ വഴിക്ക് ജീവിച്ചോട്ടെ എന്നൊക്കെയുള്ളൊരു തീരുമാനമെടുത്ത് കർശന നടപടികൾ സർക്കാർ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് കടുവയുടെ എണ്ണം കുറച്ച് വർദ്ധിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ ഇതിനകത്ത് ചില തർക്കങ്ങളുണ്ടാവാം. അതായത് ഈ കടുവയുടെ എണ്ണം കണക്കാക്കുന്നത് സംബന്ധിച്ചുള്ള അത് ഇപ്പോൾ ഉണ്ട്, നേരത്തെ അത് ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് തർക്കങ്ങളും ഉണ്ട് എന്ന് പറയുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയോ എന്നതിലൊക്കെ ആ കണക്കുകൾ എത്രത്തോളം ആധികാരികമാണ് നമുക്ക് ഇടയിൽ തന്നെ ചില തർക്കങ്ങളുണ്ട്. ഇപ്പം നിലവിലുള്ള 2023 കടുവ സെൻസസ് അനുസരിച്ച് 3167 കടുവകളാണ് ഇന്ത്യയിലുള്ളത്. അത് ഗ്ലോബൽ കടുവകളുടെ എണ്ണത്തിൽ, അതായത് ലോകം മൊത്തമുള്ള കടുവകളുടെ എണ്ണം എടുത്താൽ 75% വരും ഈ 3167 കടുവകൾ എന്ന് പറഞ്ഞാൽ. കടുവകൾ പ്രകൃതിക്ക് ചെയ്യുന്ന ഒരു ഗുണം ഭയങ്കര വലുതാണ്. അതിൻ്റെ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക, പ്രകൃതിയുടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അത് നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാനുള്ള സമയമല്ല എന്നുള്ളതുകൊണ്ട് 2967 കടുവകളാണ് 2018 കണക്കനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 200 കടുവകൾ കൂടിയിട്ടുണ്ട്. ഇത്രയും ടെറിട്ടറിയേ ഉള്ളൂ. ഈ ടെറിട്ടറിക്ക് ഈ നാഗർഹോളയിൽ തന്നെ ഏതാണ്ട് 100 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 10 മുതൽ 15 വരെ കടുവകളുണ്ട് എന്ന് പറയുമ്പോൾ ഈ കടുവകളുടെ പോപ്പുലേഷൻ കൂടുമ്പോൾ കടുവയ്ക്ക് ടെറിട്ടറി വേണം. പലരും യുദ്ധങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, പലരും ടെറിട്ടറി വിട്ട് പുറത്ത് ചാടുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഒന്ന് ജനവാസ മേഖലയിലേക്ക് വരുന്നത്. മറ്റൊന്ന് ഡോക്ടർ PS ഈസ, വന്യജീവി ഗവേഷകനായ അദ്ദേഹം പറയുന്നത് ഇവരുടെ ഒരു സ്വഭാവം നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ചില ആനകളുടെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലെ കുട്ടികളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ, ചില ആനകൾ കുറുമ്പനാണെന്നൊക്കെ പറയും, ഇത്തിരി വികൃതി കാണിക്കുന്ന ആനകൾ. ചില ആനകൾ ശാന്തരാണ് എന്നതുപോലെ കടുവകൾക്കിടയിലും ഇതുണ്ട്. ഇത്തിരി വികൃതി കാണിക്കുന്ന കുറുമ്പനായ ഒരു കടുവ ഇതിനാരെയും ഭയക്കേണ്ടതില്ലാത്തത് കൊണ്ട് അത് തോന്നുന്ന വഴിയൊക്കെ സഞ്ചരിച്ചു എന്ന് വരാം. അങ്ങനെ വരുന്നവരുണ്ടാവാം. ആവാസ വ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നതുണ്ടാവാം. നേരത്തെ പറഞ്ഞതുപോലെ പരിക്കേറ്റ് ഇനി കാട്ടിലെരുതേടി തിന്നാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ദുർബലരായ ജീവികളുള്ള, പിടിക്കാൻ നിർബന്ധിതമാകുന്ന കടുവകൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇതിനകത്തൊരു രസകരമായൊരു കണക്കും കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് മധ്യപ്രദേശിലാണ്, 526 കടുവകൾ. പിന്നെ കർണാടകയിലാണ് 524. കേരളത്തിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ 190 കടുവകളാണ് കേരളത്തിലുള്ളത്. ഈ പറഞ്ഞ വയനാട് മേഖലയൊക്കെയാണ് നമ്മളതിനകത്ത് കാണേണ്ടത്. അല്ലാതെയും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. എന്നാലും ഏറ്റവും കൂടുതൽ, അതായത് നേരത്തെ ഈ കടുവകളുടെ എണ്ണം എടുത്തുകൊണ്ടിരുന്നത് കാൽപ്പാടുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിനൊരു ശാസ്ത്രീയത പോരാ എന്ന് ഒരു ധാരണ പരന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് എടുക്കുകയും പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ കടുവയുടെയും ശരീരത്തെ വരകൾ വ്യത്യസ്തമാണെന്നുള്ളതുകൊണ്ട് തിരിച്ചറിയാനും പറ്റും. ഇതിപ്പോൾ ഏകദേശം കൃത്യമായൊരു കണക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും കടുവകളുടെ എണ്ണം ഒരു 4 വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടി എന്നതൊരു പ്രശ്നമാണ്. അതാണ് പ്രശ്നം. ഇനി ഇത് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ തടയാം എന്നുള്ളതിലാണ് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാത്തത്. അതും കൂടെ ഞാനങ്ങ് പറയാം. അതായത് ഈ വനത്തിൻ്റെ അതിർത്തി, മനുഷ്യൻ വനത്തോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശങ്ങൾ, ആ അതിർത്തികളിൽ നിന്നാണല്ലോ ഇവ വരിക. അത് ഏത് ജീവിയാണെങ്കിലും. ഒരുപക്ഷെ പാമ്പൊക്കെ എഴിഞ്ഞു വരുന്നത് തടയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഈ പറഞ്ഞ ആനയോ കടുവയോ പുലിയോ ഒക്കെ വരുന്നത് തടയാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം, താരതമ്യേന എളുപ്പമായിരിക്കും. അതിൻ്റെ കാരണം ഈ കടന്നു വരുന്ന ഏരിയകളിൽ അതിർത്തികൾ നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ അതിർത്തികളിൽ തടസ്സങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠനം നടക്കുമ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പാരിസ്ഥിതിക പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ടുള്ള സംഗതികൾ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ ഈസ അദ്ദേഹം പറയുന്നത് തന്നെ ഇപ്പോൾ കോഴിക്കോടിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് ഉള്ള നിർമ്മാണമല്ല. ഇലക്ട്രിക്കൽ ഫെൻസിങ് ആണെങ്കിൽ തന്നെ സോളാർ പവർ ഫെൻസിങ് അത് സ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ വയനാടിൻ്റെ പല മേഖലകളിലും ചതുപ്പാണ്. ചതുപ്പിൽ ഈ സോളാർ പവർ ഫെൻസിങ് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് മതിലുപോലെയുള്ള സംഗതി കെട്ടി ഉയർത്തി അവിടെ വേണം ഇത് സ്ഥാപിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഇത്ര കോടി ചെലവഴിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ ചെലവഴിച്ചത് അവിടെ ഇട്ടിട്ട് അത് സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. എത്രയോ ഇടത്ത് ഈ സോളാർ ഫെൻസിങ്
പൊട്ടിക്കിടക്കുകയാണ്. അതായത് നശിച്ചു പോവാണ്. ഒന്ന് എന്താണ് പ്രകൃതിയുടെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ മരം വീണ് പൊട്ടിപ്പോകാം, ചിലപ്പോൾ ആന തന്നെ വന്ന് ചവിട്ടി കളഞ്ഞെന്ന് വരാം, ചെറിയ ഷോക്കൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊരു വീണാൽ പോലും ചിലപ്പോൾ ഇത് പൊട്ടിപ്പോയെന്നൊക്കെ വരാം. അപ്പോൾ ഇത് കാലാകാലം ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പരിപാലനവും അറ്റകുറ്റപ്പണികളും ഇതിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ചെലവഴിച്ച കോടികൾ അതുവഴി പോവുകയാണ്. രണ്ട്, ഈ പറഞ്ഞതുപോലെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് ഘട്ടം ഘട്ടമായി ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. സർക്കാരിൻ്റെ ഇത്രയും വർഷം, കാര്യം ഈ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, പ്രത്യേകിച്ചും ഈ കാടിനോട് ചേർന്ന് അവിടം കയ്യേറിയോ ഒക്കെ ഉപജീവനം നടത്തുന്ന മനുഷ്യർ, അവിടെ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ എന്തു മുതലേ ഉള്ള പരാതിയാണ്. ഇപ്പം മാത്രമല്ലല്ലോ കടുവ മനുഷ്യനെ പിടിക്കുന്നത്, പണ്ടും പിടിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് അറിയുന്നത്. അതേസമയം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള നിലയ്ക്ക്, ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് വളരെ ശാസ്ത്രീയമായി പ്രാദേശിക പ്രത്യേകതകൾ കൂടെ കണക്കിലെടുത്തിട്ട് ഈ സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റെന്ത് തരം സംവിധാനമാണോ വന്യജീവികൾ ഇങ്ങോട്ട് വരുന്നത് തടയാൻ വേണ്ടി എടുക്കേണ്ടിയിരുന്നത്, അതൊന്നും എടുത്തിട്ടില്ല, കൃത്യമായി ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വന്യജീവികളുടെ ആക്രമണം മൂലം വയനാട് അടക്കമുള്ള ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ വളരെ ഭയാശങ്കയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ കടുവ ഇറങ്ങിയ പ്രദേശത്തിനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ളവർ അവിടെ ഒരു ഏതാണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്തുള്ളതുപോലെയാണ് അവരുടെ ജീവിതം. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ക്ഷീരകർഷകർക്കാണെങ്കിൽ അവരുടെ കന്നുകാലികൾക്കുള്ള പുല്ലരിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ആളുകളെല്ലാം ജീവിക്കുന്നത് എന്നുണ്ട്. മാത്രമല്ല, വയനാട്ടിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം തങ്ങളുടെ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തും വീടുമെല്ലാം കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പലരും ആ ജില്ല തന്നെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കൂട്ടുന്നത് ഒരു പക്ഷേ കുറച്ച് സമ്പന്നരായ ആ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അവരവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം വാങ്ങിക്കുന്നത്. പക്ഷേ അതും പിന്നീട് നടക്കാതെ പോകുന്നു. അങ്ങനെ വലിയ പ്രദേശങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് ഈ വന്യജീവികളുടെ അവർക്ക് കൂടുതൽ ഒളിത്താവളങ്ങളായി മാറുകയും ചെയ്യുന്നു, ഇങ്ങനെ കാടിറങ്ങി വരുന്ന ജീവികൾക്ക്. എന്തായാലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്ര ചെലവഴിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത്. കാരണം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, അത് വന്യമൃഗങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ ഉണ്ടാകണം. ഇനിയും ജീവനുകൾ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞുകൂടാ. അതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട്. മലയോര മേഖലകളിലെ ആളുകൾക്ക് ഭയാശങ്കകളില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇനി കാടിറങ്ങി കടുവയിൽ നിന്ന് നമുക്ക് നാട്ടിലുള്ളൊരു കടുവയെക്കുറിച്ച് പറയണം. രജീഷ് തന്നെ പറഞ്ഞു. അത് ഇവിടെ അടുത്ത വിഷയം രാഷ്ട്രീയമാണ്. അത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കഴിഞ്ഞ പല ദിവസങ്ങളിലും വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലും അത് പലതവണ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ഗവർണർ സർക്കാർ പോര് എന്നത് അത് പല രീതിയിലേക്കും വഴിമാറി. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഗവർണറും SFIയും തമ്മിലുള്ള പോരാണ്. ഗവർണറെ വഴിയിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഗവർണറെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന ഭീഷണിയാണ് SFI മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഗവർണറെ തിരുവനന്തപുരത്ത് 4 വെച്ചാണ് SFI പ്രവർത്തകർ തടഞ്ഞത്. അതിൽ പേട്ടയിൽ വെച്ചാണെന്ന് തോന്നുന്നു അവസാനം തടഞ്ഞപ്പോൾ ഗവർണർ തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി വരികയും അവിടെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ജയിലിലാണുള്ളത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഗവർണറെ ഇനി കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണി മുഴക്കിയത്. ഗവർണർ എന്തായാലും ആ ഭീഷണി കേട്ട് ഭയക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു പടി കൂടി മുന്നിലേക്ക് ചിന്തിക്കുന്ന ആളാണ്. നാളെ മുതൽ 2 ദിവസം അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനും കോഴിക്കോടുള്ള വിവാഹത്തിൽ പങ്കെടുക്കാനും ഒക്കെ അദ്ദേഹം എത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ഭീഷണി കൂടി വന്ന സ്ഥിതിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ, ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്തായാലും ഇത് സമാനതകളില്ലാത്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഗവർണർക്ക് ആവശ്യമായ സംരക്ഷണം, സെക്യൂരിറ്റി നൽകുന്നതിനുള്ള പെടാപ്പാടിലാണ് പോലീസുകാർ. എന്തായാലും SFI ഈ ഭീഷണി വാക്കിലൂടെ മുഴക്കിയ അവരുടെ നിലപാട് ഇനി എന്തായിരിക്കുമെന്നുള്ളതും ഈ പരിപാടിയെക്കുറിച്ചും അതൊക്കെ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ
കൗതുകമുണ്ട് കേൾക്കാൻ. അല്ല, ഇത് പറയുമ്പോൾ പഴയ ഒരു രസകരമായൊരു പ്രയോഗമാണ് ഓർക്കുന്നത്. കൊടുത്ത് ഞാൻ അവൻ എനിക്കിട്ട് 2 എന്ന് പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ ഞാനൊന്ന് ചൊറിഞ്ഞു അവൻ കയറി അങ്ങ് മാന്തി എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ കൂടെ കൊളോക്കിയലായിട്ട് അതിനെ പറയും. എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് കിട്ടിയിട്ട് വേണം എനിക്ക് കയറി മാന്താൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗവർണർ. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് ബില്ലുകളടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് ഗവർണർ നടത്തുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം സംബന്ധിച്ച് ചർച്ച വേറെ നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല. എങ്കിൽ പോലും അക്കാര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ആക്ടിവിറ്റി മുമ്പൊരിക്കലും അങ്ങനെ കാര്യമായി വളരെ നമ്മൾ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാർ ഗവർണർ പോര് കേരളം പോലെ ഈ വിധത്തിലുണ്ടാകുന്നത്. ഒട്ടും ആരോഗ്യകരമായ ഒന്നല്ല. ജനാധിപത്യത്തിന് നേരത്തെയും ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഗവർണർ തെരുവിലിറങ്ങി പ്രതിഷേധക്കാരെ നേരിടുന്ന രീതിയിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് അത്. ഈ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവർണർ എന്തെല്ലാം യുദ്ധങ്ങളാണ് സർക്കാരിനോട് നടത്തിയത്. നമുക്ക് താല്പര്യമില്ലാത്തൊരു സർക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗവർണർ പദവിയിൽ ഇവിടെ ഇരിക്കുന്നത്. കാര്യം ഞാൻ ഇതിനെ നലക്കി വെളുപ്പിച്ചിട്ടേ പോകൂ എന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. കാര്യം അദ്ദേഹം BJP നോമിനിയാണ്. BJPക്ക് കേരളം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി അത്ര താല്പര്യമില്ലാത്ത ഒന്നാണ്. ഇതുവരെ ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. BJPയുടെ നയങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ ഇതുവരെ കേരളം വഴിപ്പെട്ടിട്ടില്ല എന്ന കിട്ടാത്ത മുന്തിരി പുളിക്കുമ്പോഴുള്ളൊരു പ്രശ്നവും അതിനകത്തുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഗവർണർ ഇടപെട്ടിട്ടുള്ളത് എന്ന് സർക്കാർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില അധികാരങ്ങളുള്ള, പ്രത്യേകിച്ചും കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ള, കേന്ദ്രത്തിൻ്റെ നോമിനിയായിരിക്കുന്ന, ഒന്ന് ചൊറിഞ്ഞാൽ ഒന്ന് മാന്താൻ തയ്യാറായിരിക്കുന്ന ഒരു ഗവർണറെ പ്രകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാണ് എന്നൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, നിലവിൽ വളരെ കുറച്ച് സമാധാനപരമായി പോകുന്ന ചില അന്തരീക്ഷങ്ങളുണ്ട്. നയത്തിൽ തന്ത്രത്തിൽ നിയമപരമായി ഗവർണറെ നേരിട്ടുകൊണ്ട് തന്നെ നയത്തിലും തന്ത്രത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും തൽക്കാലം കേരളത്തിന് നല്ലത് എന്നൊരു തോന്നലും കൂടെയുണ്ട്. അതിനിടയ്ക്കൂടെയാണ് ഈ പറഞ്ഞ SFIക്കാരുടെ ഒരു സമര പ്രകടനവും ഗവർണറുടെ മുണ്ടും മടക്കി കുത്തിയുള്ള ഇറക്കവും. മുണ്ടും മടക്കി കുത്തി എന്ന് ആലങ്കാരികമായിട്ട് പറയുകയാണ്. ഗവർണർ മുണ്ടെടുക്കുന്ന ആളല്ല. പലപ്പോഴും ഈ ഓണപരിപാടി അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ മുണ്ടെടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുണ്ടെടുക്കുന്ന സാധാരണ രീതിയിൽ അങ്ങനെ മുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ലല്ലോ. എങ്കിൽ പോലും നമ്മുടെ ഒരു നാടൻ പ്രയോഗം അനുസരിച്ച് മുണ്ടും മടക്കി കുത്തി തെരുവിൽ നേരിടാൻ ഇറങ്ങുന്നു, കം ക്രിമിനൽസ് എന്ന് അദ്ദേഹം വിളിക്കുന്നു. അതായത് ഞാൻ തെരുവ് ഗുണ്ടകളെ നേരിടാൻ ഇറങ്ങുന്ന ആളാണ് എന്ന മറ്റുള്ളൊരു പ്രകടനമൊക്കെ നടത്തി അതിനെ ഒരുപക്ഷെ സംഘപരിവാർ വല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം കേരളത്തിൽ. ഇത്തരം ഒരു സാഹചര്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. നമ്മൾ ഈ കരിങ്കൊടി കാണിക്കലും വഴിയിൽ തടയാൻ ശ്രമിക്കലും ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിൻ്റെ ബസ് യാത്രയ്ക്കെതിരെയൊക്കെ എല്ലാ സ്ഥലത്തും കരിങ്കൊടി കാണിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ ഒരു കരിങ്കൊടി പ്രയോഗം ഉണ്ടായത്. അപ്പോൾ ഈ കരിങ്കൊടി കാണിക്കുന്നവരുടെ ആവേശമൊക്കെ ആരെയാണോ കരിങ്കൊടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരൊന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം ഗവർണർ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ കരിങ്കൊടി പ്രതിഷേധക്കാരെ ആ പ്രദേശത്ത് ആരും കണ്ടിട്ടില്ല. പിന്നെ എവിടുന്നും കണ്ടൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകുക. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ അവരോട് സ്വീകരിക്കുന്ന ഒരു നയം വേറെയാണ്. അത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ആണെങ്കിലും ഈ പറയപ്പെടുന്ന സമരങ്ങൾക്ക് സമരത്തിന് എല്ലാ സമരങ്ങൾക്കും ഒരു പ്രോട്ടോക്കോളുണ്ട്. അത് KSUക്കാരോടാകുമ്പം SFIക്കാർ അല്ലെങ്കിൽ സർക്കാർ തിണ്ടമിടുക്ക് കാണിക്കുകയും, ഗവർണർ കരുത്തനാണ്, ഗവർണർ സർപ്ലസ് കാറ്റഗറി സുരക്ഷ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തോടാകുമ്പം ഈ ഷോ കാണിച്ചിട്ട് ഓടി വിളിക്കുകയും ചെയ്യേണ്ടുന്ന ഈ രണ്ട് ധ്രുവങ്ങളും നമ്മൾ കാണുകയാണ് ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസുകാരോ മാത്രമല്ല, അതിനുവേണ്ടി കുറേ പേര് ഇറങ്ങുകയാണ്, ജീവൻ രക്ഷാപ്രവർത്തകർ എന്ന പേരിൽ. അവരാണ് ഈ കരിങ്കൊടി പ്രതിഷേധക്കാരെ അടിച്ചോടിക്കുന്നത്. മറിച്ച് ഇവിടെ വരുമ്പോഴോ കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെ ഗവർണർ വാഹനം നിർത്തി പുറത്തിറങ്ങിയപ്പോൾ അവരെ കാണാനുമില്ല. ഇതാണ് അവസ്ഥ. അതാണ് ഞാൻ ഈ പറഞ്ഞ തിണ്ണമിടുക്ക്. ഈ പറഞ്ഞാൽ ഇതൊന്നും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് തീരുമാനങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരേ വിഷയത്തിൽ നിങ്ങൾക്ക് രണ്ട് നിലപാടുണ്ടാവുകയും, ഇനി അത് മാത്രമല്ല KSU എന്തിനാണ് സമരം ചെയ്തതെന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. KSUവിന് പോയി ഗവർണർക്കെതിരെ സമരം ചെയ്തുകൂടെ എന്നൊക്കെ. അതായത് KSU എന്ത് രാഷ്ട്രീയമായി ചെയ്യണം എന്ന് എതിർ പാർട്ടിയുടെ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി ഉപദേശിക്കുകയാണ്. KSU അതല്ല ചെയ്യേണ്ടത്, KSU ഇതാണ്. എന്നാൽ പിന്നെ KSU കാര്യം കൂടെ SFIയിൽ എടുത്താൽ പോരെ എന്ന് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയമൊക്കെ എല്ലാ കാലത്തുമുണ്ട്, പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തുമുണ്ട്, കരിങ്കൊടികൾ എത്രയോ കാലം നമ്മൾ കണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ മന്ത്രിസഭയിൽ മുന്നണിയിൽ
നിലനിർത്തിയിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇവിടെ നാട് വളഞ്ഞുള്ള സമരം, നിയമസഭയിലുള്ള സമരം വരെ CPM നടത്തിയിട്ടുണ്ട്. വളരെ അക്രമാസക്തമായ സമരം. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്ത രീതിയിൽ 3-4 ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം നടത്തിയിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഭവമോ അല്ലെങ്കിൽ പിന്നീട് നിലപാട് മാറിയപ്പോഴും ആർക്കെതിരെ സമരം ചെയ്തോ അവരെയൊക്കെ സ്വന്തം കൂടെ കൂട്ടി നിലപാട് മാറ്റിയപ്പോഴും അതിലൊന്നും തെല്ലും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല CPM. അപ്പോൾ അതത് കാലത്ത് പ്രതിഷേധം എന്ന പേരിൽ രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊക്കെ എല്ലാവർക്കും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പ്രതിഷേധിക്കാൻ SFIക്കും KSUവിനും ABVPക്കും CPMനും കോൺഗ്രസിനും ഒക്കെ ഒരേ അവകാശമാണ്. നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ, അതായത് മറ്റേ പലരും പറയും പോലെ ഞാനിടുമ്പോൾ ബർമുഡ, നീ ഇടുമ്പോൾ അത് വള്ളിക്കളസം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നത് ഒരു ഫാസിസ്റ്റ് നയം കൂടെയാണ്. നമ്മളാണ് ശരി എന്നൊരു സംഘം അങ്ങ് തീരുമാനിച്ചു പോയാൽ അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ടെത്തും. SFIയുടെ ഭീഷണി അവിടെയുണ്ട്. അദ്ദേഹത്തെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളത്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം 2 ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ അതിഥിയായി അവിടെ താമസിക്കും. അതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.